വേൾഡ് ചെസ് ചാമ്പ്യൻഷിപ്പ് 2024 11ാമത്തെ റൗണ്ടിൽ ഒരു റിസൾട്ട് വന്നിരിക്കുകയാണ്. വൈറ്റ് പീസുകൾ എടുത്തുകൊണ്ട് ഇന്ത്യയുടെ 18 വയസ്സുള്ള ഗുകേഷ് ചൈനയുടെ വേൾഡ് ചെസ് ചാമ്പ്യൻ ഡിങ് ലിറിനെതിരെ കളിച്ച ആ ഗെയിമിലേക്ക് കിടക്കാം. ഇവിടെ വൈറ്റ് പീസുകൾ എടുത്തുകൊണ്ട് ഗെയിം സ്റ്റാർട്ട് ചെയ്യുന്നു. ഗുകേഷ് E4 D4 ഒക്കെ കളിച്ചിരുന്നു മുന്നേ. എന്നാൽ സർപ്രൈസ് വെപ്പൺ നൈറ്റ് F3 റെട്ടി ഓപ്പണിംഗ്, ഇതേ ഓപ്പണിംഗ് മുന്നേയും കളിച്ചിരുന്നു. ഇവിടെ പോൺ D5, പോൺ C4, പോൺ E6 കളിച്ച് കഴിഞ്ഞാൽ അത് ക്വീൻസ് ഗാംബിറ്റ് ഡിക്ലൈൻഡ് വേരിയേഷനിലേക്ക് പതിയെ മാറും. എന്നാൽ ഡിങ് ലിറൻ ഇവിടെ ചൂസ് ചെയ്യുന്നത് പോൺ D4, പോണിനെ മുന്നോട്ടേക്ക് പുഷ് ചെയ്തുകൊണ്ട് അവിടെ ഒരു സ്പേസ് ഗെയിൻ ചെയ്യുന്നു. അപ്പോൾ പോൺ B4, ഈ വിങ്ങിലുള്ള പോണിനെ കളിച്ചുകൊണ്ട് ഈ ഒരു C5 സ്ക്വയർ കൺട്രോൾ ചെയ്യുന്നു. പിന്നീട് ഈ ഒരു സ്ക്വയർ ബിഷപ്പ് കൊണ്ട് ഇവിടെ ഈ ഒരു പോണിൽ പ്രഷർ ചെയ്യാൻ പറ്റും. പോൺ B4, പോൺ C5, ഇവിടെ പോൺ ടേക്സ് പോൺ കളിക്കാം. അത് കളിച്ചു കഴിഞ്ഞാൽ പിന്നീട് ബ്ലാക്കിന് നൈറ്റിനെയൊക്കെ ഡെവലപ്പ് ചെയ്തതിന് ശേഷം പിന്നീട് ഈ ഒരു പോണിനെ തിരിച്ചു വെട്ടി മാറ്റാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഗുകേഷ് ഇപ്പോൾ ആ ഒരു മൂവ് നടത്തുന്നില്ല. നൈറ്റൊക്കെ വരികയാണെങ്കിൽ ഈ ഒരു പോണിനെ പുഷ് ചെയ്ത് ആ നൈറ്റിനെ അറ്റാക്ക് ചെയ്യാനും സാധിക്കും. അതേപോലെ ബ്ലാക്ക് പിന്നീട് ഉടനെ തന്നെ അടുത്ത നീക്കങ്ങളിൽ ഈ ഒരു പോണിനെ വെട്ടിക്കഴിഞ്ഞാൽ സെൻട്രലുള്ള പോണിൻ്റെ സപ്പോർട്ട് പോകും. അതുകൊണ്ട് ഈ ഒരു ടെൻഷൻ അവിടെ നിലനിർത്തിക്കൊണ്ട് ഗുകേഷിൻ്റെ നെക്സ്റ്റ് മൂവ് വരികയാണ് പോൺ E3, ഒരു പോൺ സാക്രിഫൈസ് പോലെ ഒരു ഗാംബിറ്റ് ലൈൻ. ഉദാഹരണത്തിന് പോൺ ടേക്സ് പോൺ, പോൺ ടേക്സ് പോൺ, പോൺ ടേക്സ് പോൺ, ഒരു പോൺ വൈറ്റിന് നഷ്ടം. എന്നാൽ ഇങ്ങനെ ഈ ഒരു ലൈൻ വരികയാണെങ്കിൽ വൈറ്റിന് വളരെ നല്ല സെൻട്രൽ കൺട്രോൾ കിട്ടും. പോൺ D4 കളിച്ച് കഴിഞ്ഞാൽ സെൻട്രലിൽ 3 പോണുകൾ, ബിഷപ്പിനെ ഡെവലപ്പ് ചെയ്യാം. കാസ്ലിംഗ് കിങ് സൈഡ് നടത്തി കഴിഞ്ഞാൽ റൂക്ക് ഓപ്പൺ ഫയൽ വരും. അങ്ങനെ വളരെ നല്ല ഒരു അറ്റാക്കിംഗ് ഗെയിം ഓപ്പണിങ്ങിൽ തന്നെ കിട്ടും വൈറ്റിന്. അതുകൊണ്ട് ഇവിടെ പോൺ E3 കളിച്ചപ്പോൾ പോൺ ടേക്സ് പോൺ കളിക്കുന്നില്ല, ഡിങ് ലിറൻ കളിക്കുന്നത് നൈറ്റ് F6. വളരെയധികം ആലോചിച്ച് അരമണിക്കൂറോളം ഓപ്പണിങ്ങിൽ, ഇത് 4ാമത്തെ മൂവാണ്. അരമണിക്കൂർ സ്പെൻഡ് ചെയ്തിട്ടാണ് ഈ ഒരു മൂവ് ഡിങ് ലിറൻ ചൂസ് ചെയ്യുന്നത്. അപ്പോൾ ടൈം വളരെ കുറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു ഡിങ് ലിറന് ഈ ഒരു 4ാമത്തെ നീക്കം മുതൽ. പോൺ A3, ഗുകേഷ് ഈ ഒരു പോണിനെ സപ്പോർട്ട് ചെയ്യുന്നു. പോൺ A3 കളിച്ചുകൊണ്ട് ബിഷപ്പ് G4 വരുന്നു. ഈ ഒരു നൈറ്റിനെ പിൻ ചെയ്യുന്നു. ഈ ഒരു സെൻട്രലിലുള്ള ടെൻഷൻ അത് കുറക്കുന്നു. കാരണം നൈറ്റിനെ പിൻ ചെയ്തിരിക്കുകയാണ്. നൈറ്റിനെ മാറ്റി കഴിഞ്ഞാൽ ബിഷപ്പ് ടേക്സ് ക്വീൻ വരും. ആദ്യമായി ഗുകേഷ് പോൺ ടേക്സ് പോൺ കളിക്കുന്നു. ഇവിടെ തിരിച്ച് പോൺ ടേക്സ് പോൺ വരുന്നു. പോൺ H3, ബിഷപ്പിൽ അറ്റാക്ക്. ബിഷപ്പ് ടേക്സ് നൈറ്റ്, ക്വീൻ ടേക്സ് ബിഷപ്പ്, ഈ ഒരു പോണിൽ അറ്റാക്ക്. ഇവിടെ ക്വീൻ C7 വന്നുകൊണ്ട് പോണിനെ ഡിഫെൻഡ് ചെയ്യുന്നു. പോൺ D3, ഈ ഒരു ബിഷപ്പിനെ എപ്പോൾ വേണമെങ്കിലും ഡെവലപ്പ് ചെയ്യാൻ സാധിക്കും. പോൺ D3യിലേക്ക് മുന്നോട്ട് നീക്കിക്കൊണ്ട് ഈ ഒരു പോണിനെ അവിടെ ബ്ലോക്ക് ചെയ്യുന്നു. ഇവിടെ വരുന്നു പോൺ A5. പോൺ ടേക്സ് പോൺ കളിച്ചാൽ തിരിച്ച് പോൺ ടേക്സ് പോൺ സാധ്യമല്ല, കാരണം റൂക്ക് ടേക്സ് റൂക്ക് വരും. അപ്പോൾ ഈ ഒരു പോണിനെ മുന്നോട്ടേക്ക് പുഷ് ചെയ്യാണ് പോൺ B5. ഈ ഒരു പോൺ B5 കളിച്ചതോടുകൂടി ഗുകേഷിൻ്റെ ഈ ഒരു C5 സ്ക്വയറിലുള്ള കൺട്രോൾ പൂർണ്ണമായി നഷ്ടപ്പെടുകയാണ്. ഈ ഒരു പോൺ കൊണ്ടുള്ള കൺട്രോൾ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഡിങ് ലിറൻ അടുത്ത മൂവിൽ നൈറ്റ് D7, ഈ ഒരു പൊസിഷനിൽ നമുക്ക് കാണാം നൈറ്റ് വളരെ നല്ലൊരു സ്ക്വയറിലേക്ക് വരാൻ പോവുകയാണ്. ഈ ഒരു C5 സ്ക്വയറിൽ എത്തിക്കഴിഞ്ഞാൽ ഡയറക്റ്റ് അറ്റാക്ക് D3യിലേക്ക് ഉണ്ടാവും. അതേപോലെ ഈ ഒരു B3 സ്ക്വയർ കൺട്രോൾ ചെയ്യും. ഒരു സെൻട്രൽ സ്ക്വയേഴ്സ് അധികവും കൺട്രോൾ ചെയ്യുന്ന വിധത്തിൽ വളരെ നല്ലൊരു നൈറ്റായി മാറും ഇത്. നൈറ്റ് D7ലേക്ക് വന്നപ്പോൾ ഗുകേഷിന് വളരെ കൂടുതൽ ആലോചിക്കേണ്ടി വന്നു അടുത്ത മൂവ് കളിക്കാൻ. കാരണം ഈ ഒരു സ്ക്വയർ വീക്കായി ഇരിക്കുകയാണ്. നൈറ്റ് എപ്പോൾ വേണമെങ്കിലും C5ലേക്ക് വരും. വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള നൈറ്റായി മാറും. ഒരു മണിക്കൂറോളം ആലോചിച്ചതിന് ശേഷമാണ് അടുത്ത മൂവ് വരുന്നത്. ഗുകേഷ് പോൺ G3 കളിക്കുന്നു. ഈ ഒരു മണിക്കൂർ ആലോചിച്ച് കൊണ്ട് തന്നെ ടൈം പ്രഷർ ഗുകേഷിനും ഉണ്ടാവുകയായിരുന്നു. ഡിങ് ലിറനും ഗുകേഷും ഏകദേശം രണ്ടുപേരും ടൈം പ്രഷറിൽ പിന്നീട് ആവുകയായിരുന്നു.
അതായത് വളരെ വേഗത്തിൽ പിന്നീട് നീക്കങ്ങൾ നടത്തണം. ആദ്യത്തെ 40 നീക്കങ്ങൾ ടൈം ഇൻക്രിമെൻ്റ് ഇല്ല. ഓക്കെ, വരുന്നു നൈറ്റ് C5, ബിഷപ്പ് G2. പോണിൽ അറ്റാക്ക്, എന്നാൽ ഇപ്പോൾ പോണിന് ഡിഫെൻഡഡ് ആണ്. നൈറ്റ് D7. ഈ ഒരു നൈറ്റ് D7 വന്നുകൊണ്ട് അടുത്ത മൂവിൽ നൈറ്റ് E5, ക്വീനിൽ അറ്റാക്ക്. ഈ ഒരു പോണിൽ 2 നൈറ്റുകൾ അറ്റാക്ക്. ഇവിടെ കാസ്ലിംഗ് കിങ് സൈഡ് കളിക്കുന്നു ഗുകേഷ്. ഡിംഗ്ലിറൻ്റെ നൈറ്റ് E5, വളരെ മികച്ച ഒരു നൈറ്റ് കൊണ്ടുള്ള അറ്റാക്ക്. 2 നൈറ്റുകൾ ഈ ഒരു പോണിൽ പ്രഷർ. അതേപോലെ ഈ ഒരു നൈറ്റ് ക്വീനെ അറ്റാക്ക് ചെയ്യുന്നു. എന്നാൽ ക്വീൻ F4, നൈറ്റിനെ പിൻ ചെയ്യുന്നു. ഈ ഒരു നൈറ്റ് കൊണ്ട് ഇതിനെ വെട്ടാൻ സാധ്യമല്ല, കാരണം ക്വീൻ ടെക്സ് ക്വീൻ വരും. ഓക്കെ, ഇവിടെ അത് മാത്രമല്ല, ഈ ഒരു ക്വീൻ ഇവിടെ ഇതിനെ പിൻ ചെയ്യുന്നു. അത് മാത്രമല്ല, ഈ ഒരു പോണിനെ അറ്റാക്ക് ചെയ്യുന്നു. ഇവിടെ നൈറ്റ് ടെക്സ് പോൺ ഒരു മൂവാണ്, എന്നാൽ അത് സെൻട്രലുള്ള ഇവിടെ നൈറ്റ് ടെക്സ് പോൺ കളിക്കുകയാണെങ്കിൽ ക്വീൻ ടെക്സ് പോൺ വരും. അത് വൈറ്റിനാണ് പിന്നീട് നല്ലൊരു മെച്ചം ഉണ്ടാവുക. പിന്നീട് ഇങ്ങനെയുള്ള പോൺ F4 ഒക്കെ വന്ന് ഈ ഒരു നൈറ്റിനെയൊക്കെ അറ്റാക്ക് ചെയ്യും. അത് വൈറ്റിനാണ് ഈ ഒരു ലൈനിൽ നല്ലത്. ഇവിടെ ഗുകേഷ് ഇവിടെ ക്വീൻ F4 കളിച്ചപ്പോൾ പോണിലെ അറ്റാക്ക്. ഇതിനെ ഡിഫെൻഡ് ചെയ്യുന്നത് റൂക്ക് D8 വന്നുകൊണ്ടാണ്. ഇനി ഈ ഒരു പോണിനെ ഡിഫെൻഡ് ചെയ്യണം. റൂക്ക് D1. ഗുകേഷ് തൻ്റെ റൂക്കിനെ ഉപയോഗിച്ച് ഈ ഒരു പോണിനെ ഡിഫെൻഡ് ചെയ്യുന്നു. ഇവിടെ പോൺ E6 കളിച്ചു കഴിഞ്ഞാൽ വളരെ നല്ല ഒരു പൊസിഷനാണ് ബ്ലാക്കിന് കിട്ടുക. എന്നാൽ E6 കളിക്കുന്നതിന് പകരം ഡിംഗ്ലിറൻ കളിക്കുന്നത് പോൺ G6. ബിഷപ്പിനെ ഈ ഒരു ലൈനിലേക്ക് കൂടി ഡെവലപ്പ് ചെയ്യാനുള്ളൊരു ശ്രമമാണ്. ഇപ്പോൾ ഇവിടെ ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ക്വീൻ ടെക്സ് ബിഷപ്പ് വരും. എന്നാൽ ഈ ഒരു E6 കളിക്കാതെ ബ്ലാക്ക് കളിക്കാതിരുന്നത് കാരണം തന്നെ ഗുകേഷ് ആ ഒരു ചാൻസ് മുതലെടുക്കുകയാണ്. പോൺ A4. അടുത്ത മൂവിൽ ഈ ഒരു ബിഷപ്പ് A3 വന്നുകൊണ്ട് ഈ ലൈൻ കൺട്രോൾ ചെയ്യും. നൈറ്റിലും അറ്റാക്ക് വരും. എന്നാൽ തിരിച്ച് ഡിംഗ്ലിറൻ കളിക്കുന്നത് പോൺ H5. ഇനി ഈ ഒരു ബിഷപ്പിന് ഇവിടെ വന്ന് ക്വീനിൽ അറ്റാക്ക് ചെയ്യാം, കാരണം ഈ ഒരു റൂക്ക് കൺട്രോൾ ചെയ്യും. അപ്പോൾ വരുന്നു പോൺ B6, ക്വീനിൽ അറ്റാക്ക്. ഇവിടെ ക്വീൻ ടെക്സ് പോൺ സാധ്യമല്ല, കാരണം ക്വീൻ ടെക്സ് നൈറ്റ് വരും. അതുകൊണ്ട് തന്നെ ക്വീനെ മാറ്റുന്നു. ക്വീൻ D6. ഈ ഒരു പോണിൽ ഇപ്പോഴും അറ്റാക്ക് ഉണ്ട്, എന്നാൽ ഇതിനെ ഡിഫെൻഡ് ചെയ്തിരിക്കുകയാണ് ആ ഒരു ക്വീൻ. ആ സമയം വരുന്നു ബിഷപ്പ് A3, നൈറ്റിനെ പിൻ ചെയ്യുന്നു. നൈറ്റിൽ അറ്റാക്ക്. നൈറ്റ് മാറിക്കഴിഞ്ഞാൽ ക്വീനിൽ അറ്റാക്ക്. തിരിച്ച് ബിഷപ്പ് H6. ഇവിടെ ബിഷപ്പ് ഉപയോഗിച്ച് ഗുകേഷിൻ്റെ ക്വീനെ അറ്റാക്ക് ചെയ്തിരിക്കുകയാണ് ബ്ലാക്ക്. എന്ത് ചെയ്യും? ക്വീനെ മാറ്റണോ? ഇല്ല. ഗുകേഷ് ഇവിടെ കളിക്കുന്നത് ബിഷപ്പ് ടെക്സ് നൈറ്റ്. തിരിച്ച് ക്വീനിൽ അറ്റാക്ക്. ഇവിടെ ഇപ്പോൾ ക്വീൻ ടെക്സ് ബിഷപ്പ് കളിച്ചു കഴിഞ്ഞാൽ അത് നല്ലതല്ല, കാരണം ഒരു പീസ് നഷ്ടപ്പെടും. ഓൾറെഡി ഇവിടെ ഒരു നൈറ്റ് നഷ്ടപ്പെട്ടു. അപ്പോൾ തിരിച്ച് ക്വീനെ വെട്ടും. പോൺ ടെക്സ് ബിഷപ്പ് കളിച്ചാൽ ഇവിടെ പോൺ ടെക്സ് ബിഷപ്പ്. ഓക്കെ, ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ബ്ലാക്കിന് ഒരു കംപ്ലീറ്റ് ബിഷപ്പ് നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ഈ നൈറ്റിനെ മാറ്റും. ഓക്കെ, എന്തായാലും അപ്പോൾ ഈ ഒരു ലൈൻ കളിക്കരുത്. കളിച്ചു കഴിഞ്ഞാൽ ബ്ലാക്കിന് ഉറപ്പായും ഒരു ബിഷപ്പ് നഷ്ടപ്പെടുകയാണ്. ഓക്കെ, കാരണം ഇവിടെ ബിഷപ്പ് ടെക്സ് നൈറ്റാണ് ആദ്യം വരുന്നത്. ഓക്കെ, അതുകൊണ്ട് ഇവിടെ ബിഷപ്പ് ടെക്സ് ക്വീൻ ഒരു ബ്ലണ്ടറാണ്. അതുകൊണ്ട് തന്നെ ക്വീൻ ടെക്സ് ബിഷപ്പ്, അതായത് ബിഷപ്പ് ടെക്സ് നൈറ്റ് വന്നപ്പോൾ ആ ബിഷപ്പിനെ തിരിച്ചു വെട്ടുകയാണ് ബ്ലാക്കിൻ്റെ ക്വീൻ. ഇപ്പോഴും ഈ ഒരു പോണിൽ അറ്റാക്ക് ഉണ്ട്. ക്വീൻ അറ്റാക്കിൽ നിന്ന് മാറുകയാണ്. ക്വീൻ E4. തിരിച്ച് ഈ ഒരു പോണിൽ അറ്റാക്ക്. നൈറ്റ് C6 വന്നുകൊണ്ട് ആ ഒരു അറ്റാക്ക് അവിടെ കവർ ചെയ്യുന്നു. അപ്പോൾ വരുന്നു നൈറ്റ് A3. ഈ ഒരു നൈറ്റിനെ ഒടുവിൽ ഡെവലപ്പ് ചെയ്യുകയാണ്. തുടക്കത്തിലുള്ള ആ ഒരു സ്ക്വയറിൽ തന്നെയായിരുന്നു ഈ ഒരു നൈറ്റ് ഉണ്ടായിരുന്നത്. റൂക്ക് D7. റൂക്ക് D7 ഈ ഒരു പോണിനെ ഡിഫെൻഡ് ചെയ്യുന്നു. നൈറ്റ് C2. ഇവിടെ ഈ ഒരു പോണിൽ അറ്റാക്ക്. അത് മാത്രമല്ല,
ഈ നൈറ്റിൻ്റെ ഇവിടേക്കുള്ള ഈ ഒരു ജമ്പ് അവിടെ കൺട്രോൾ ചെയ്യുകയാണ് ഈ ഒരു നൈറ്റ് ഉപയോഗിച്ച്. B4 സ്ക്വയർ കൺട്രോൾ ചെയ്യുന്നു. ഈ ഒരു സമയത്ത് ക്വീൻ ടേക്സ് പോൺ വരുന്നു. എന്നാൽ ഈ ഒരു പോണിനെ വെട്ടിയതോടുകൂടി ഗുകേഷിൻ്റെ ഈ ഒരു റൂക്ക് ഗെയിമിൽ വരികയാണ്. അറ്റാക്ക് ചെയ്തുകൊണ്ട് റൂക്ക് B1 ഓപ്പൺ ഫയലിലേക്ക് വരികയാണ് ഗുകേഷിൻ്റെ റൂക്ക്. ക്വീൻ C7 പോണിനെ ഡിഫെൻഡ് ചെയ്യുന്നു. ക്വീൻ അറ്റാക്കിൽ നിന്ന് മാറുന്നു. അപ്പോൾ റൂക്ക് B5 റൂക്ക് ലിഫ്റ്റ്. ഈ ഒരു പോണിൽ അറ്റാക്ക് ഈ ഒരു 5th റാങ്ക് കംപ്ലീറ്റ് ആ ഒരു റൂക്ക് കൺട്രോൾ ചെയ്യുന്നു. ഇനി എപ്പോൾ വേണമെങ്കിലും ഇവിടെ റൂക്ക് ഡബിളിംഗ് നടക്കും. അപ്പോൾ കാസ്ലിംഗ് കിങ് സൈഡ് ഡിംഗ്ലിറൻ തൻ്റെ കിങ്ങിനെ കാസൽ ചെയ്യാണ് 24ാമത്തെ നീക്കത്തിൽ. എന്നാൽ ഇവിടെ വരുന്ന അടുത്ത മൂവ് റൂക്കിനെ ഡബിൾ ചെയ്യുന്നതിന് പകരം നൈറ്റിനെ റീറൗട്ട് ചെയ്യുകയാണ്. നൈറ്റ് A1 വളരെ മനോഹരമായ ഒരു മൂവാണ് നൈറ്റ് A1. എന്താണ് ഇവിടെ നൈറ്റ് B3യിലേക്ക് വന്നുകൊണ്ട് ഈ ഒരു D4 പോണിനെയും അതേപോലെ A5 പോണിനെയും അത് മാത്രമല്ല C5 സ്ക്വയർ കൂടി കൺട്രോൾ ചെയ്തുകൊണ്ടാണ് ഈ ഒരു നൈറ്റിൻ്റെ A1ലേക്കുള്ള ഈ ഒരു മൂവ്. വളരെ മികച്ച ഒരു ജമ്പിന് വേണ്ടിയുള്ള ഒരു തുടക്കമാണ് ഇവിടെ നൈറ്റ് ഇവിടെ A1ലേക്ക് വന്നിരിക്കുന്നത്. റൂക്ക് B8 ഈ പോണിൽ വീണ്ടും തൻ്റെ എല്ലാ പീസുകളും എടുത്തുകൊണ്ട് ഡിഫെൻഡ് ചെയ്തിരിക്കുകയാണ് ഡിംഗ്ലിറൻ. നേരത്തെ പറഞ്ഞ പോലെ നൈറ്റ് വരുന്നു B3 നൈറ്റ് B3 ഈ 2 പോണിലും അറ്റാക്ക്. എന്നാൽ അതിനെയൊക്കെ ഡിഫെൻഡ് ചെയ്തിട്ടുണ്ട് ബ്ലാക്ക്. എന്നാൽ ഈ ഒരു സ്ക്വയർ നേരത്തെ തുടക്കത്തിൽ ഈ ഒരു C5 സ്ക്വയർ ആയിരുന്നു ഇവിടെ ബ്ലാക്കിന് കൺട്രോൾ ചെയ്യാൻ പറ്റിയത്. അവിടെ ആ ഒരു നൈറ്റ് വന്ന് കൺട്രോൾ ചെയ്യുന്നതായിരുന്നു ഏറ്റവും വലിയൊരു കൂടുതൽ ടൈം എടുത്ത് ഗുകേഷ് ചിന്തിച്ചത്. ഏകദേശം 1 മണിക്കൂറോളം സമയം എടുത്തിട്ടാണ് ആ ഒരു നൈറ്റിൻ്റെ കൺട്രോൾ ഉള്ള മൂവിൽ ഇവിടെ പോൺ G3 കളിച്ചത്. എന്നാൽ ഇപ്പോൾ നോക്കൂ, തിരിച്ച് ഗുകേഷിൻ്റെ നൈറ്റ് ഈ ഒരു സ്ക്വയർ കൺട്രോൾ ചെയ്ത് വരികയാണ്. അടുത്ത അറ്റാക്കിംഗ് മൂവ് നമുക്ക് കാണാം. ഇവിടെ വരുന്നു പോൺ E6. ഇതും ഒരു മികച്ച മൂവല്ല. പോൺ E6 വരലും ഗുകേഷിൻ്റെ നൈറ്റ് C5ലേക്ക് ജമ്പ് ചെയ്യുകയാണ്. റൂക്കിൽ അറ്റാക്ക്. റൂക്ക് ഉടനെ മാറുന്നു E7ലേക്ക്. ഇനി വേണമെങ്കിൽ ഇവിടെ ഒരു മാസ് എക്സ്ചേഞ്ച് ഒക്കെ നടക്കാം. എന്നാൽ ഗുകേഷ് വെയിറ്റ് ചെയ്യുകയാണ്. മാസ് എക്സ്ചേഞ്ചിന് പോവാതെ ഇവിടെ റൂക്ക് B1 റൂക്കിനെ ഡബിൾ ചെയ്യുന്നു. ഈ ഒരു പോണിൽ കൂടുതൽ പ്രഷർ കൊടുക്കുകയാണ്. രണ്ടുപേർക്കും വളരെ കുറവ് ടൈം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. 40 നീക്കങ്ങൾ. ഇതിപ്പോൾ 28ാമത്തെ നീക്കമാണ്. 40 നീക്കങ്ങൾ ടൈം പ്രഷറിൽ ആണുള്ളത്. ബാക്കി നീക്കങ്ങൾ 40 നീക്കങ്ങൾ എത്തിക്കണം. അതിനുശേഷമേ ടൈം ഇൻക്രിമെൻ്റ് കിട്ടുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഡിംഗ്ലിറൻ അടുത്ത മൂവ് കളിക്കുകയാണ്. ക്വീൻ C8 28ാമത്തെ ബ്ലാക്കിൻ്റെ നീക്കം ഒരു ബ്ലണ്ടർ ആയിരുന്നു. അടുത്ത മൂവിൽ ഗുകേഷ് വിന്നിംഗ് മൂവ് കളിക്കുകയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ വീഡിയോ പോസ്റ്റ് ചെയ്ത് നോക്കാം. നെക്സ്റ്റ് മൂവിൽ ഗുകേഷിൻ്റെ വിന്നിംഗ് മൂവ്. റെഡി? യെസ്. വേൾഡ് ചെസ് ചാമ്പ്യൻഷിപ്പിൽ ഒരു ക്വീൻ സാക്രിഫൈസ് വരികയാണ്. ഈ ക്വീൻ ടേക്സ് നൈറ്റ് ഗുകേഷിൻ്റെ എക്സലൻറ്റ് മൂവ്. ഗെയിം ഇവിടെ വെച്ച് അവസാനിക്കുകയാണ്. ഡിംഗ്ലിറൻ തോൽവി സമ്മതിക്കുകയാണ്, റിസൈൻ ചെയ്യുകയാണ് ഗെയിം. എന്തുകൊണ്ടാണ്? കാരണം ഇവിടെ ക്വീൻ ടേക്സ് ക്വീൻ അല്ലെങ്കിൽ പോൺ ടേക്സ് ക്വീൻ വന്നു കഴിഞ്ഞാൽ, ഇവിടെ പോൺ ടേക്സ് ക്വീൻ വന്നാൽ, ക്വീൻ ടേക്സ് ക്വീൻ വന്നു കഴിഞ്ഞാൽ ബിഷപ്പ് ടേക്സ് ക്വീൻ, ബിഷപ്പ് പോൺ ടേക്സ് ബിഷപ്പ് കളിച്ചാൽ റൂക്ക് ടേക്സ് റൂക്ക്. ഓക്കെ, അപ്പോൾ ആ ഒരു നൈറ്റിനെ ഇവിടെ ഫ്രീ ആയി വെട്ടി മാറ്റിയിരിക്കുകയാണ്. ഓക്കെ, ഇതൊരു ക്വീൻ സാക്രിഫൈസ് ആണെങ്കിലും. ഇനി പോൺ ടേക്സ് ക്വീൻ കളിച്ചാലോ? അപ്പോൾ റൂക്ക് ടേക്സ് റൂക്ക്. ഇവിടെ ക്വീനെ പിൻ ചെയ്തിരിക്കുകയാണ്. ക്വീൻ ടേക്സ് റൂക്ക് തിരിച്ച് കളിച്ചാലും റൂക്ക് ടേക്സ് റൂക്ക്. നമുക്ക് കാണാം ഒരു ക്ലിയർ നൈറ്റ് അപ്പാണ് ഇവിടെ ഗുകേഷ്. അങ്ങനെ ഈ ഒരു ക്വീൻ C8 കളിച്ചതോടുകൂടി ക്ലിയർ നൈറ്റ് ഡൗൺ. ഈ ഒരു നൈറ്റിനെ ഫ്രീ ആയി കൊടുത്ത പോലത്തെ മൂവായി പോയി ക്വീൻ C8. ഡയറക്റ്റ് ക്വീൻ ടേക്സ് നൈറ്റ്. ഇനി അങ്ങോട്ടേക്ക് കളിച്ചിട്ട് കാര്യമില്ല, ഒരു നൈറ്റ് പോയിരിക്കുകയാണ്. നമ്മൾ കണ്ടു പോൺ ടേക്സ് ക്വീൻ ഇവിടെ വർക്കാവില്ല.
ക്വീൻ ടെക്സ് ക്വീൻ കളിച്ചാലും ആ ഒരു നൈറ്റ് പോയതാണ്. ഓക്കെ. എന്തായാലും 11ാമത്തെ ഗെയിമിൽ ഇവിടെ ഗുകേഷ് വിജയിച്ചിരിക്കുകയാണ്. ഇനി വെറും 3 മത്സരങ്ങൾ കൂടിയാണ് ബാക്കിയുള്ളത്. നമുക്ക് കാത്തിരുന്ന് കാണാം അടുത്ത 3 മത്സരങ്ങളിൽ എല്ലാ കളിയും ഡ്രോ ആവുകയാണെങ്കിൽ ഗുകേഷ് വേൾഡ് ചെസ് ചാമ്പ്യൻ ആവും. നമുക്ക് കാത്തിരുന്ന് കാണാം. താങ്ക് യു.